പ്യാര ബച്ചോ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നിഡർ സിപ്പായി എന്ന അധ്യായമാണ്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ജയിലിൽ നിന്നും തൻ്റെ സഹോദരന് വേണ്ടി ഭഗത് സിംഗ് എഴുതിയ കത്തുകളും അതിലെ കവിതകളും ആണ് ഇതിലെ പ്രധാന വിഷയം. सरफरोशी की तमन्ना अब हमारे दिल में है, देखना है जोर कितना बाजुए कातिल में है. സർഫറോഷി की तमन्ना, പോരാടാനുള്ള തമന്ന, ആഗ്രഹം, അബ് ഹമാരെ ദിൽ में है, ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ദേഖ്നാ ഹെ, നമുക്ക് കാണാം, നോക്കാം. സോർ കിത്തന, ശക്തി, സോർ എന്ന് പറഞ്ഞാൽ ശക്തി, ശക്തി എത്രയുണ്ടെന്ന്. ബാസുയെ കാത്തിൽ മെഹേ, കൊലയാളിയുടെ കയ്യിൽ എത്ര ശക്തിയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൂലി പർ ചढ़ने से पहले ഭഗത് സിംഗ് ഗലെ സെ ഗൂഞ്ച് ഉടി. സൂലി പർ, തൂക്കുമരത്തിൻ്റെ മേൽ, ചढ़ने से पहले, കയറുന്നതിന് മുമ്പ്, ഭഗത് സിംഗിൻ്റെ ഗലേസെ, തൊണ്ടയിൽ നിന്നും, ഗൂഞ്ച് ഉടി, വലിയൊരു ശബ്ദം പ്രതിധ്വനിച്ചു. ഇൻഖിലാബ് സിന്ദാബാദ് എന്നായിരുന്നു. ചന്ദ്രശേഖർ ആസാദ്, ബസ്മൽ ഓർ അഷ്ഫാഖുല്ല ഖാൻ ഇവരൊക്കെ ഭഗത് സിംഗ് കെ സാഥിത്തെ, ഭഗത് സിംഗിൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഇൻ ബഹാദുറോനെ അംഗ്രീസോം കോ ലർസായ ഡറായ, ഈ പോരാളികൾ ഇംഗ്ലീഷുകാരെ, ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുകയും, ലർസായ വിറപ്പിച്ചു, ഡറായ പേടിപ്പെടുത്തുകയും ചെയ്തു. ദേശ് കി ആസാദി കെ ലിയെ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ഉനോനെ, ഈ പോരാളികൾ, അപ്നി ജാൻ കുർബാൻ കർദി, അവരുടെ സ്വന്തം ജീവിതം സമർപ്പിച്ചു. ആഖിരി ദം തക്, അവസാന നിമിഷം വരെ, വോ അംഗ്രീസോം സെ, ബ്രിട്ടീഷുകാരോട്, ലഡ്ത്തെ ജിഗഡ്ത്തെ രഹെ, പോരാടിക്കൊണ്ടിരുന്നു. ഓർ വോ അപ്നെ ഹംവത്തനോം സെ കഹ്തെ രഹെ, അവർ തങ്ങളുടെ ദേശസ്നേഹികളോട് ഇങ്ങനെ പറയുകയുണ്ടായി. ഖുശ് രഹോ അഹ്ലെ വതൻ, ഹം തോ സഫർ കർത്തെ ഹൈ. പ്രിയപ്പെട്ട ദേശസ്നേഹികളെ, നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കൂ. ഹം തോ സഫർ കർത്തെ ഹൈ, ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിലാണ്. ഇവിടെ യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് എന്നാണ്. ഇനി നമുക്ക് കത്തിലേക്ക് കടക്കാം. ഭഗത് സിംഗ് ജയിലിൽ നിന്നും തൻ്റെ സഹോദരന് എഴുതിയ കത്ത്, ആ കത്തിൻ്റെ സന്ദേശവും കവിതയുടെ ആശയവും നമുക്ക് പരിശോധിക്കാം. ആജ് തുമാരി ആങ്കോമേയും, ഇന്ന് നിൻ്റെ കണ്ണുകളിൽ, ആൻസു ദേഖ് കർ ബഹുത് രഞ്ജു ഹുവ, ആൻസു കണ്ണുനീർ കണ്ടിട്ട് ഒരുപാട് ദുഃഖമുണ്ടായി. ആജ് തുമാരി ബാത്ത് മേ, ഇന്ന് നിൻ്റെ സംസാരത്തിൽ നിന്ന്, ബഹുത് ദർദ് താ, ഒരുപാട് വേദനകൾ, ദുഃഖം അനുഭവപ്പെട്ടു. തുമാരെ ആസു, നിൻ്റെ കണ്ണുനീരുകൾ, മുജ്സെ ബർദാഷ് നഹി ഹോത്തെ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അടുത്തത് ബർഹൂർദാർ, തൻ്റെ സഹോദര, ഹിമ്മത് സെ തലീം ഹാസിൽ കർത്തെ ജാന, ധൈര്യത്തോടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കരസ്ഥമാക്കുക. ഓർ സിഹത്ത് കാ ഖയാൽ രഖ്ന, നിൻ്റെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കുക, എന്തും നേരിടാനുള്ള മനസ്സുണ്ടാവുക എന്നർത്ഥം. ഇനി താഴോട്ട് ചെറിയൊരു കവിതയാണ് ആ കത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഉനേ യേ ഫിക്ർ ഹേ ഹർ ദം നഈ തൊർസെ ജഫാ ക്യാ ഹേ, ഹമേ യേ ഷൗക്ക് ഹേ ദേഖേ സിത്തം കി ഇന്തിഹ ക്യാ ഹേ. ബ്രിട്ടീഷുകാർ എപ്പോഴും അവരുടെ ചിന്ത ഇതാണ്, ഹർദം, ഓരോ നിമിഷവും, നഈ തൊറസ് ജഫാ ക്യാ ഹേ, അടിച്ചമർത്തലിൻ്റെ പുതിയ രൂപം എന്താണ് എന്നുള്ളതിലാണ് അവരുടെ ചിന്ത. എന്നാൽ ഹമേ, ഞങ്ങൾ, ഏ ഷൗക്ക് ഹേ, ഇത് അറിയാൻ താല്പര്യപ്പെടുന്നു, ഇത് കാണാൻ താല്പര്യപ്പെടുന്നു. സിത്തം കി ഇന്തിഹ ക്യാ ഹേ, അടിച്ചമർത്തലിൻ്റെ അവസാനം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ. ദഹർ സെ ക്യൂ ഖഫാ രഹേ, ചർഖ് കാ ക്യൂ ഗലാ ഖരേ. ആകാശത്ത്, ചർഖ് സ്കൈ, ആകാശത്തെ എന്തിന് ഇരുട്ടാക്കണം. ദഹർ എന്ന് പറഞ്ഞാൽ കാലത്തിന് അല്ലെങ്കിൽ ലോകത്തിന്, ദുനിയാവിന് അവർ എന്തിന് ഭയപ്പെടണം.
സാരാ ജഹാ അദു സഹി ആവോ മുക്കാബില കരെ. ലോകം മുഴുവനും നമുക്ക് എതിരാണെങ്കിലും വരൂ നമുക്ക് പോരാടാം. ഈ 2 വരിയിലൂടെ ശത്രുക്കളെ ഭയമില്ലാതെ മുന്നേറാനുള്ള ധൈര്യമാണ് അവർ കാണിക്കുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും പിന്നോട്ട് പോകാതെ നമുക്ക് പോരാടാനുള്ള ഒരു ധൈര്യത്തെയാണ് ഈ കവിതയിലൂടെ കാണിക്കുന്നത്. कोई दम का मेहमान हूँ आए अहले महफिल ചുരാകെ സഹർ ഹൂ ബച്ചാ ചാത്താ ഹൂ. ഞാൻ ഈ ലോകത്തിലെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമുള്ള ഒരു അതിഥിയാണ്. പ്രഭാതത്തിൽ അണയാൻ പോകുന്ന ഒരു വിളക്ക് പോലെയാണ് ഞാൻ. മരേ ഹുവാ മേ രഹേഗി ഖയാൽ കി ബിജ്ലി ഏ മസ്തേ ഖാക്ക് ഹേ ഫാനി രഹേ രഹേ ന രഹേ. ഇവിടുത്തെ ആശയം, ഞാൻ മരണപ്പെട്ടാലും എൻ്റെ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. അച്ഛാ റുഖ്സത്ത് ഖുശ് രഹോ അഹ്ലേ വതൻ ഹം തോ സഫർ കർത്തേ ഹേ. എൻ്റെ രാജ്യസ്നേഹികളെ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കൂ, നമ്മൾ നമ്മുടെ അവസാന യാത്രയിലാണ്. ഈ കവിതയിലും ഈ കഥയിലുമായി ഭഗത് സിംഗ് തൻ്റെ ധൈര്യവും ദേശസ്നേഹവും ത്യാഗവും സ്വതന്ത്ര സമരത്തിനോടുള്ള മനോഭാവവും കാണിക്കുന്നു. ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ല. മരണത്തെ ഒരു സാധാരണ യാത്രയായിട്ടാണ് കണ്ടത്. തൻ്റെ ശരീരം മരിച്ചാലും തൻ്റെ ആശയങ്ങൾ ഈ ഭാരതത്തിൽ നിലനിൽക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അവസാനമായി നമ്മെ ഉണർത്തുന്നത്. ഈ കത്ത് എഴുതിയത് ലാഹോറിലെ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് 1931 മാർച്ച് 3. ഇനി അടുത്ത പാർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം ഉൾപ്പെടുത്താം.